വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീറത്ത് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പി എസ് സി ചോദിച്ച പുതിയ മലയാളം ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ റിവിഷൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾമോസ്റ്റ് ഒരു 4-5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ശുദ്ധം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം എന്താണ് ശുദ്ധം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം ഏതാണ് തന്നിരിക്കുന്നതിൽ? അശുദ്ധം എന്നാണ് അല്ലേ? അശുദ്ധം എന്നാണ്. എന്ത് പറയുന്നത്? ശുദ്ധത്തിൻ്റെ വിപരീത പദം എന്താണ്? അശുദ്ധം എന്നാണ്. നെക്സ്റ്റ്, കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? സംഗമവേദി എന്നാണ് അല്ലേ? സംഗമവേദിയാണ്. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സംഗമവേദി. സംഗമവേദി എന്താണ്? കൂടിച്ചേരുവാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കാണ് അല്ലേ? സംഗമവേദി. നെക്സ്റ്റ്, ചേർത്തെഴുതുക. സത്ത് പ്ലസ് ഭാവം. സത്ത് പ്ലസ് ഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതാ? സദ്ഭാവം അല്ലേ? സദ്ഭാവം. സദ്ഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സദ്ഭാവം. സദ്ഭാവം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ മലയാളം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാം. ഓക്കെ. അപ്പോൾ സത്ത് പ്ലസ് ഭാവം എന്ന് പറയുന്നത് എന്താണ്? സദ്ഭാവം എന്നാണ് വരുന്നത്. സദ്ഭാവം. നെക്സ്റ്റ്, ശരിയായ ജോഡി ഏതാണ്? അതാണ് ശരിയായ ജോഡി ഏതാണ്? തോഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുക? ആളി സഖി എന്നാണല്ലേ പറയുന്നത്. തോഴീനെ എന്താ പറയുക? ആളി സഖി എന്ന് പറയുന്നതാണ് ശരിയായ ജോഡി. എന്താണ് തോഴിയുടെ? ആളി സഖി. തോഴി ആളി സഖി. നെക്സ്റ്റ്, എതിർലിംഗം എഴുതുക. ലേഖകൻ. ലേഖകൻ എന്ന് പറയുന്ന പദത്തിൻ്റെ എന്താണ് എതിർലിംഗം എന്ന് പറയുന്നത്? ഇതാണ് ലേഖികയാണ് അല്ലേ? ലേഖികയാണ്. ഗിക എന്ന് പഠിച്ചിരിക്കുക. ലേഖികയാണ്. ലേഖികയാണ്. ഓക്കെ. അപ്പോൾ ലേഖിക എന്ന് പറയുന്നതാണ് ലേഖകൻ്റെ എതിർലിംഗം. നെക്സ്റ്റ്, ഒറ്റ പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. ക്ഷമിക്കാൻ പറ്റാത്തതിന് നമ്മൾ ഒറ്റ പദത്തിൽ എങ്ങനെയാണ് എഴുതുക? അക്ഷന്തവ്യം എന്നാണ് അല്ലേ? ഏതാ? അക്ഷന്തവ്യം എന്ന് പറയുന്നതാണ് ക്ഷമിക്കാൻ പറ്റാത്തത് എന്ന മീനിങ് വരുന്നത്. അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. അക്ഷന്തവ്യം. നെക്സ്റ്റ്, പിരിച്ചെഴുതുക. മരങ്ങൾ. മരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം പ്ലസ് കൾ ആണല്ലേ? മരം പ്ലസ് കൾ ആണ് മരങ്ങൾ. ഇപ്പം മരങ്ങൾ എങ്ങനെയാണ് ഏതാ? മരം പ്ലസ് കൾ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? മരങ്ങൾ എന്ന് പറയുന്നത്. മരം പ്ലസ് കൾ മരങ്ങൾ. നെക്സ്റ്റ്, ശരിയായ പദം എഴുതുക. ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? അതിഥി. അതിഥി കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ? അതിഥി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതാ കറക്റ്റായിട്ട്? അതിഥി എന്നാണ് അല്ലേ? ഇതാ തീയിലെ തീ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ചെയ്ത് താഴെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിഥി. ഇത് കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അതിഥി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിഥി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിഥി എന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, 10 ഗുണം 10 എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൽ 10 ഗുണം 10 എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലോ. പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. 10 ഗുണം 10 എന്ന് വെച്ചാൽ എന്താണ്? പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ്, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൺ പ്ലസ് സ്ഥലം വിണ്ടലം എന്ന് പറയുന്നതിൽ സന്ധി ഇതാണ്. വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? വിണ്ടലം എന്നാണ് അല്ലേ? അത് ഏതാ സന്ധിയാണ് വരുന്നത്? ഡ എന്ന് പറയുന്ന ഒരു വാക്ക് വരാണല്ലോ ചെയ്യുന്നത്. ഡ എന്ന് പറയുന്ന ഒരു വാക്ക് വരാണ്. അപ്പോൾ അതായത് ആഗമിക്കാണ് അല്ലേ? ആഗമസന്ധിയാണ്. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാന്നുള്ളത് പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ്? വിണ്ടലം എന്ന് പറയുന്നതാണ് വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ചോദിക്കാം. വിണ്ടലത്തെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? വിൺ പ്ലസ് സ്ഥലം എന്നാണ് എഴുതുക. വിൺ പ്ലസ് സ്ഥലം ആണ് വിണ്ടലം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? വിണ്ടലത്തെ വിൺ പ്ലസ് സ്ഥലം എന്നാണ് എഴുതുന്നത്. പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്?
ക്ലീബം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം പുരുഷനാണോ സ്ത്രീയാണോ ഗുരുവാണോ നപുംസകമാണോ? ക്ലീബം എന്ന് വെച്ചാൽ എന്താണ്? നപുംസകമാണ്. നപുംസകമാണ്. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നപുംസകം എന്നാണ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് സാമുദ്രം, വസ്ത്രം, അക്ഷീപം, മഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മഞ്ഞാണ്. കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? മഞ്ഞാണ്. നെക്സ്റ്റ്, ശരിയല്ലാത്ത വിപരീത പദരൂപം എന്ത്? നോക്കിയേ, അമരത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ അണിയം എന്ന് പറയുന്നത്. അമരത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് അണിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അണിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അമരം എന്ന് പറയുന്നത്. ഇനി വൃഷ്ടി എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് എന്താണ്? സമഷ്ടി എന്ന് തന്നെയാണ് അല്ലേ. വൃഷ്ടി സമഷ്ടി. ആദാനം പ്രധാനം എന്ന് പറയുന്നതും ശരിയായ പദമാണല്ലേ, വിപരീത പദമാണല്ലേ. ആദാനം പ്രധാനം എന്ന് പറയുന്നതും ശരിയായ വിപരീത പദമാണ്. ഇനി ഉപജയം അപജയം എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് നോക്കി ജാ തന്നിരിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ. ഈ ജായാണല്ലേ തന്നിരിക്കുന്നത്. ഉപജയം അപജയം എന്ന് പറയുന്ന ആളിൽ നമുക്ക് തെറ്റായിട്ടുള്ള വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായ പദങ്ങൾ പഠിച്ചു വയ്ക്കുക. അണിയം അമരം, വൃഷ്ടി സമഷ്ടി, ആദാനം പ്രധാനം. നെക്സ്റ്റ്, ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നത് ഏതാണ്? അ ഇ എ എന്ന് പറയുന്നതാണ് ചുട്ടെഴുത്തുകൾ. അ ഇ എ എന്ന് പറയുന്നതാണ് ചുട്ടെഴുത്തുകൾ. നെക്സ്റ്റ്, ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? എതിർലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏതാണ്? നേതാവ് നേത്രിയാണ്, വിദ്വാൻ വിദൂഷിയാണ്, അപായം ഉപായമാണ് അല്ലേ. കവിനെ നമ്മൾ എന്താ പറയുക? കവയിത്രി എന്നാണല്ലേ പറയുക. ഇവിടെ കവയിത്രി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ്? കവിയുടെ ഓപ്പോസിറ്റ് എന്താണ്? എതിർലിംഗം എന്താണ്? കവയിത്രിയാണല്ലേ. ഇവിടെ വി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും എഴുതുമ്പോൾ എങ്ങനെയാണ്? കവയിത്രി എന്നാണ് ഇത്. അപ്പോൾ നമുക്ക് തെറ്റായ ജോഡി കിട്ടി. പഠിച്ചു വയ്ക്കുക. ശരിയായത് പഠിച്ചു വയ്ക്കുക. നേതാവ് നേത്രി, വിദ്വാൻ വിദൂഷി, അപായം ഉപായം, കവി കവയിത്രി. നേതാവ് നേത്രി, കവി കവയിത്രി, വിദ്വാൻ വിദൂഷി, അപായം ഉപായം. നെക്സ്റ്റ്, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മൾ എന്താ പറയുന്നത്? പിപഠിഷു എന്നല്ലേ പറയുന്നത്. പിപഠിഷു എന്നാണ് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? പിപഠിഷു. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് എന്താണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഇനി, കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? തെങ്ങാണ്. തെങ്ങാണ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം ഏതാണ്? തെങ്ങെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതുമലയാൺമഥൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതാരാണ്? അപ്പോൾ എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് എന്താണ്? പുതുമലയാൺമഥൻ മഹേശ്വരൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ എഴുത്തച്ഛനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് അല്ലേ. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വെള്ളത്തോളാണ് വിശേഷിപ്പിച്ചത്. ആരാണ്? വെള്ളത്തോൾ. നെക്സ്റ്റ്, രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? ഓപ്ഷൻ എ ധർമ്മപുരാണമാണ്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? ധർമ്മപുരാണം. അധ്യാപക കഥകൾ രചിച്ചത് ആരാണ്? ആരാണ്? അക്ബർ കക്കട്ടിലാണ് അധ്യാപക കഥകൾ രചിച്ചത്. ആരാണ്? അക്ബർ കക്കട്ടിലാണ് അധ്യാപക കഥകൾ. നെക്സ്റ്റ്, രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസത്തെ അറിയപ്പെടുന്നതാണ്. രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ്? ദ്വന്ദ്വനാണ്. രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ്? ദ്വന്ദ്വനാണ്. രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസം. നെക്സ്റ്റ്,
ആത്മകഥയ്ക്ക് ഒരാമുഖം എഴുതിയത് ആരാണ്? ആത്മകഥയ്ക്ക് ഒരാമുഖം എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനമാണ് എന്ത് ചെയ്ത് ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന് പറയുന്നത് എഴുതിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിനെയാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം. നെക്സ്റ്റ്, നിന്നുപോയി എന്ന പ്രയോഗത്തിലെ പോയി എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിന്നുപോയി എന്ന പ്രയോഗത്തിൽ പോയി എന്ന് പറയുന്നത് ഏതാ വിഭാഗത്തിലാണ് പെടുന്നത്? ഏതാണ്? അനുപ്രയോഗമാണ്. നിന്നുപോയി എന്ന പ്രയോഗത്തിൽ നിന്നു പോയി എന്ന് പറയുന്നത് എന്താണ്? അനുപ്രയോഗമാണ്. നെക്സ്റ്റ്, സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോംസ്കിയാണ്. സർവഭാഷാ വ്യാകരണം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോംസ്കി. നെക്സ്റ്റ്, സമ്പത്ത് പ്ലസ് രംഗം ചേർത്ത് എഴുതുമ്പോൾ ശരിയായ രൂപം ഏതാണ്? സമ്പദ് രംഗം എന്നാണ്. സമ്പദ് രംഗം അല്ലേ? സമ്പദ് രംഗത്ത് നമ്മൾ എന്താ പറയുന്നത്? സമ്പദ് രംഗത്ത് എങ്ങനെയാണ് എഴുതാ? സമ്പത്ത് പ്ലസ് രംഗം. സമ്പത്ത് പ്ലസ് രംഗം ഒരു താന്നോട് പഠിച്ചിരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിരിക്കുക. സമ്പത്ത് പ്ലസ് രംഗം ഇസ് ഈക്വൽ ടു സമ്പദ് രംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ? നോക്കിയേ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കേശവൻ്റെ വിലാപങ്ങളിലെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് കേശവൻ്റെ വിലാപങ്ങളിലെ കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ. ഇനി നാരായണൻ ഏത് കൃതിയിലെയാണ്? പ്രവാചകൻ്റെ വഴി എന്ന് പറയുന്നതിലാണ് നാരായണൻ. ഏതിലാണ്? പ്രവാചകൻ്റെ വഴി. ഇനി ഗോവിന്ദൻകുട്ടി അസുരവിത്തിലേതാണ്? ഗോവിന്ദൻകുട്ടി ഏതിലേതാണ്? അസുരവിത്തിലേതാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നതിലാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നതിലാണ്. അപ്പുക്കുട്ടൻ കേശവൻ്റെ വിലാപങ്ങൾ, നാരായണൻ പ്രവാചകൻ്റെ വഴി, ഗോവിന്ദൻകുട്ടി അസുരവിത്ത്, ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? കേശവൻ്റെ വിലാപങ്ങളിലെ കഥാപാത്രമാണ് അപ്പുക്കുട്ടൻ. ഇനി പ്രവാചകൻ്റെ വഴി എന്ന് പറയുന്നതിലെ കഥാപാത്രം ആരാണ്? നാരായണനാണ്. പ്രവാചകൻ്റെ വഴി എന്ന കൃതിയിലെ കഥാപാത്രമാണ് നാരായണൻ. ഇനി അസുരവിത്തിലെ ആരാണ്? ഗോവിന്ദൻകുട്ടിയാണ്. അസുരവിത്തിലെ കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം ഏതാണ്? MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം ഏതാണ്? 1995 MTക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ രൂപം ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ യഥേഷ്ടം എന്നതിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഓപ്ഷൻ ഏതാണ്? സി ആണ് അല്ലേ? യഥേഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ്? യഥേഷ്ടം ഈ ധായാണ് അല്ലേ? യഥേഷ്ടം എന്ന് പറയുമ്പോൾ ഷാ എഴുതിയിട്ട് അല്ലേ? യഥേഷ്ടം എന്നിങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ എഴുതാം അല്ലേ? യഥേഷ്ടം എന്ന് പറയുന്നത് ഈ ഷായും ഈ ഡായും എന്ന് പഠിച്ചിരിക്കുക. യഥേഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? അനുരോധമാണ്. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണ്? അനുരോധമാണ്. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? അനുരോധം എന്ന് പറയുന്നതാണ്. ഓക്കെ, പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, ദീപാളി കളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി, ദുർവ്യയം ചെയ്യുക. ദീപാളി കളിക്കുക റിപ്പീറ്റഡ് ആണോ? ദീപാളി കളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദുർവ്യയം ചെയ്യുക. നെക്സ്റ്റ്, റീപ്രൈമൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം ഏതാണ്? റീപ്രൈമൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദമാണ് താക്കീതാണ്. റീപ്രൈമൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം ഏതാണ്? താക്കീതാണ്. റീപ്രൈമൻ എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം ഏതാണ്? താക്കീത്. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി, ഉചിതമല്ലാത്തത്. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉചിതമല്ലാത്തത്. ഉചിതമല്ലാത്തത് പഠിച്ചിരിക്കാട്ടോ. അനുചിതം ഉചിതമല്ലാത്തത്.
നെക്സ്റ്റ് ആന എന്ന പദത്തിൻ്റെ പര്യായം എന്താണ്? ആന എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി വാരണമാണ്. വാരണം കുറേ കണ്ടിട്ട് ക്വസ്റ്റ്യനിൽ. ആന എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായമാണ് വാരണം എന്ന് പറയുന്നത്. വാരണം എന്ന് വെച്ചാൽ എന്താണ്? ആന. വാരണം ആന, വാരണം ആന. നെക്സ്റ്റ് മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയാണ്. മേദിനി ഭൂമി ചോദിക്കാറുണ്ട്. ഭൂമിയുടെ അർത്ഥങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ടോ? ഇങ്ങനെ ഭൂമിയുടെ പര്യായ പദങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ മേദിനി എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയെ പറയുന്നതാണ് അല്ലേ? മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ്. ഭൂമി എന്നാണ്. നെക്സ്റ്റ് താഴെ കൊടുത്തതിൽ ശരിയായ വാക്യം ഏതാണ്? ഇതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് വിദ്യുത് ശക്തി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. വിദ്യുത് ശക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതാ? വിദ്യുത്ത് പ്ലസ് ശക്തി. ഓപ്ഷൻ ഡി ആണ്. വിദ്യുത്ത് പ്ലസ് ശക്തി. വിദ്യുത്ത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി. ശക്തി പഠിച്ചു വയ്ക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. ചാടടിയിൽ ഏത് ചായ എന്നൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, വിദ്യുത് ശക്തി. നെക്സ്റ്റ് പ്രതിദിനം എന്ന സമാസ രൂപത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്താണ്? പ്രതിദിനം എന്ന സമാസ രൂപത്തിൻ്റെ വിഗ്രഹാർത്ഥം. പ്രതിദിനത്തിന് നമ്മൾ എന്താ പറയുന്നത്? ദിനം തോറും എന്നാണല്ലേ പറയാം. പ്രതിദിനം എന്ന് വെച്ചാൽ എന്താണ്? ദിനം തോറും. പ്രതിദിനം ദിനം തോറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. സുമിത്രയുടെ പുത്രൻ്റെ ഒറ്റപ്പദം എന്താണ്? സുമിത്രയുടെ പുത്രൻ നമ്മൾ എന്താ പറയുക? എന്താ പറയുക? സൗമിത്രി എന്നാണല്ലേ പറയുന്നത്. സൗമിത്രി എന്നാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണ് വരുന്നത്. സൗമിത്രിയാണ്. സുമിത്രയുടെ പുത്രൻ ആരാണ്? സൗമിത്രി. സൗമിത്രി. നെക്സ്റ്റ് പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. മാവിൻ്റെ പര്യായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? മാവിൻ്റെ പര്യായ പദം ചൂതം. ചൂതം. ചൂതം എന്ന് പറയുന്നത് എന്താണ്? മരമാണ് അല്ലെങ്കിൽ മാവാണ് അല്ലേ. മാവിൻ്റെ പര്യായ പദം ഏതാണ്? ചൂതമാണ്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലേ. സ്ത്രീലിംഗ പ്രത്യയം, പുരുഷലിംഗ പ്രത്യയമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ത്രീലിംഗ പ്രത്യയം എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഏതാണ് വരുന്നത്? സ്ത്രീലിംഗ പ്രത്യയം ടി എന്നാണ് അല്ലേ വരുന്നത്. ടി എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ത്രീലിംഗ പ്രത്യയം തന്നിരിക്കുന്നത് ഇതാണ്, ടി ആണ്. ഇവിടെ നമുക്ക് കള്ള് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അൾ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ത്രീലിംഗ പ്രത്യയമാണെന്ന് പറയാം. ഇനി എന്ന് പറയുന്നത് ഇതാണ് പുരുഷലിംഗ പ്രത്യയമാണ്. ഇനി വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീത പദം എന്താണ് വരുന്നത്? എന്താണ്? ലാഘവമാണ് അല്ലേ. ഗൗരവത്തിൻ്റെ വിപരീത പദം എന്താണ്? ലാഘവം എന്നാണ്. നെക്സ്റ്റ് ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. നെക്സ്റ്റ് കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് നമ്മൾ ഇതാ? കേൾ പ്ലസ് ടു എന്നാണല്ലേ. കേൾ പ്ലസ് ടു ആണ് കേട്ടു എന്ന് പറയുന്നത്. കേൾ പ്ലസ് ടു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേൾ പ്ലസ് ടു ഇസ് ഈക്വൽ ടു കേട്ടു. കേൾ പ്ലസ് ടു കേട്ടോ. നെക്സ്റ്റ് കണ്ണടച്ചിരുട്ടാക്കുക. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്നാണ്? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നാണ്. സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. കണ്ണടച്ചിരുട്ടാക്കുക എന്ന് വെച്ചാൽ എന്താണ്? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. നെക്സ്റ്റ് ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ആർ എന്ന് പറയുന്നത് ഏത് ബഹുവചനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനമാണ്. മാരാർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. പൂജക ബഹുവചനം. നെക്സ്റ്റ് തന്നിരിക്കുന്നവയിൽ ഖനനം ചെയ്യുന്നവൻ. ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഏതാണ്? ഘാതകൻ. ഏത് ഘാതകനാണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ നഖത്തിൻ്റെ ഘായാണ് ഘാതകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഘാതകൻ എന്ന് പറയുന്നതാണ്. ഖനനം ചെയ്യുന്നവൻ എന്ന മീനിങ് വരുന്നത് എന്താണ്? ഘാതകൻ.
ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാണ്? ആഖ്യാതം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഓടി എന്ന് പറയുന്നതാണ് ആഖ്യാതം. ഈ വാക്യത്തിലെ ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി എന്ന് പറയുന്നതിലെ ആഖ്യാതം ഏതാണ്? ഓടി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? ആ പ്ലസ് എൻ ആണ് അല്ലേ? കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ? ആ പ്ലസ് എൻ ആണ് എന്ന് പറയുന്നത് അവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലസ് എൻ എന്ന് പറയുന്നതാണ് അവൻ എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം? നോക്കിയേ. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? വിൺ പ്ലസ് സ്ഥലം, വിണ്ടലം എന്ന് പറയുന്നതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചേക്കാം. വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നത് ചോദിക്കാറുണ്ടല്ലോ. നമുക്ക് കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നതാണ് വിണ്ടലം, അല്ലെങ്കിൽ വിണ്ടലത്തെ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടല്ലേ. വിൺ പ്ലസ് സ്ഥലം എന്ന് പറയുന്നതാണ് വിണ്ടലം, അല്ലെങ്കിൽ എന്താണ് വിണ്ടലം എങ്ങനെയാണ് എഴുതാൻ ചോദിച്ചാൽ എങ്ങനെയാണ്? വിൺ പ്ലസ് സ്ഥലം ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആർക്കിടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? ആർക്കിടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? എന്താണ്? ആദിപ്രരൂപം എന്നാണ് കേട്ടോ. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ്? ആദിപ്രരൂപം. നെക്സ്റ്റ്, ചെല്ലം പെരുത്താൻ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം? അതിവാത്സല്യം അപകടകാരിയാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കുമെന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? അതിവാത്സല്യം അപകടകാരിയാണ്. നെക്സ്റ്റ്, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. ഒറ്റപ്പദം നോക്കാം. തിതീർഷ എന്ന് വെച്ചാൽ എന്താണ് തിതീർഷ എന്ന് വെച്ചാൽ എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ എന്ന് പറയുന്നത്. തരണം ചെയ്യുവാനുള്ള ഇച്ഛയാണ് തിതീർഷ എന്നാണ് തരണം ചെയ്യുവാനുള്ള ഇച്ഛ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉഗ്രം, അത്യുഗ്രം എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ജംഗമത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ആണല്ലേ സ്ഥാവരം എന്ന് പറയുന്നത്. ഇനി വൃഷ്ടിയോ സമഷ്ടിയാണ്. മണ്ഡനം എന്താണ്? ഖണ്ഡനം ആണ്. ഉഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ശാന്തം എന്നാണ്. ഉഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ശാന്തം എന്നാണ്. പഠിച്ചു വയ്ക്കുക. ശാന്തം എന്ന് പറയുന്നതാണ് ഉഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ശാന്തം എന്നാണ്. അപ്പോൾ ഇപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിലുള്ളത് നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ജംഗമം സ്ഥാവരം, വൃഷ്ടി സമഷ്ടി, മണ്ഡനം ഖണ്ഡനം, ഉഗ്രം ശാന്തം. ജംഗമം സ്ഥാവരം, വൃഷ്ടി സമഷ്ടി, മണ്ഡനം ഖണ്ഡനം, ഉഗ്രം ശാന്തം. നെക്സ്റ്റ്, കുതിരയുടെ പര്യായമല്ലാത്തത്. കുതിരയുടെ പര്യായ പദങ്ങളല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഏതാണ് കുതിരയുടെ പര്യായമല്ലാത്തത്? നഗജം എന്ന് പറയുന്നതാണ് കുതിരയുടെ പര്യായമല്ലാത്തത്. ഏതൊക്കെയാണ് കുതിരയുടെ പര്യായ പദങ്ങൾ? ഏതൊക്കെയാണെന്ന് നോക്കാം. ഹയം, ഗോഡകം, പ്രീതി എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഹയം, ഗോഡകം, പ്രീതി എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഏതൊക്കെയാണ്? ഹയം, ഗോഡകം, പ്രീതി. നെക്സ്റ്റ്, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. നായകൻ്റെ എതിർലിംഗം എന്താണ്? നായകി എന്നാണ് അല്ലേ. നായകൻ്റെ എതിർലിംഗം എന്താണ്? നായകി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ്? നായകൻ എന്ന് നായകൻ്റെ എതിർലിംഗം ഏതാണ്? നായിക എന്നല്ലേ നമ്മൾ പറയാറ്. നായിക എന്നാണ് അല്ലേ പറയുന്നത്. നമുക്ക് നായകി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽപ്പെടാത്തത് കേട്ടോ. നമുക്ക് ശരിയായിട്ടുള്ളത് എങ്ങനെയാണ്? നായിക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി തപസ്വി എന്താണ്? തപസ്വിനിയാണ്. ശ്വശുരൻ ശ്വശ്രുവാണ്. ഉപാധ്യായൻ ഉപാധ്യായി. അപ്പോൾ എതിർലിംഗങ്ങൾ പഠിച്ചു വയ്ക്കുക. നായകൻ, നായിക, തപസ്വി, തപസ്വിനി, ശ്വശുരൻ, ശ്വശ്രു, ഉപാധ്യായൻ, ഉപാധ്യായി. നെക്സ്റ്റ്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? നമുക്ക് കുറേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ തന്നിരിക്കുന്നതും അത് തന്നെയാണ് അല്ലേ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? വൈദ്യരാണ് അല്ലേ. പൂജക ബഹുവചനം വൈദ്യരാണ്. നെക്സ്റ്റ്, കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കരണീ പ്രസവം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? അപൂർവമായ സംഭവത്തെയാണ് എന്ന് പറയുന്നത്. കരണീ പ്രസവം എന്ന് പറയുന്നത് എന്താണ്? അപൂർവമായ സംഭവമാണ്. കരണീ പ്രസവം എന്ന് വെച്ചാൽ എന്താണ്? അപൂർവമായ സംഭവം.
അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് 2025 PSC ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഇത്രയൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. മലയാളം ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്.